മത്തങ്ങ തലയൻ. സിനിമ ആസ്വാദകർക്ക് ഒക്കെ ഈ പേര് പരിചയം കാണും. 1991 പ്രിയദർശൻ്റെ സംവിധാനത്തിൽ മോഹൻലാലും രേവതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് കിലുക്കം. ഈ ചിത്രത്തിലെ മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങളായ തിലകൻ അവതരിപ്പിക്കുന്ന ജസ്റ്റിസ് പിള്ളയും ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന കിട്ടുള്ളിയും തമ്മിലുള്ള സംഭാഷണ മധ്യയാണ് ഈ മത്തങ്ങ തലയൻ എന്ന പേര് ഉയർന്നു വരുന്നത്. മാ 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 എന്ന് എന്തോ പറയാൻ വന്നിട്ട്, അല്ലെങ്കിൽ വേണ്ട, മത്തങ്ങ തലയ എന്ന് വിളിച്ചിട്ടാണ് കിട്ടുണ്ണി ജസ്റ്റിസ് പിള്ളയുടെ വീട്ടിൽ നിന്നും പോകുന്നത്. കിട്ടുണ്ണി എടുത്ത ലോട്ടറി ടിക്കറ്റിൻ്റെ ഒന്നാം സമ്മാനം അടിച്ചു എന്നാണ് പുള്ളിക്കാരൻ അറിഞ്ഞത്. കാള പെട്ടെന്ന് കേട്ടതോടെ വേറൊന്നും നോക്കാതെ പുള്ളി കയറുമെടുത്ത് കുട്ടിയെ അഴിച്ചു കെട്ടാൻ പോയതാണ്. പോകുന്ന പോക്കിൽ തൻ്റെ മുതലാളിയായ ജസ്റ്റിസ് പിള്ളയ്ക്ക് ആവശ്യത്തിലേറെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ തിരിച്ചിങ്ങോട്ട് വരേണ്ടല്ലോ, ലോട്ടറിയുടെ ഒന്നാം സമ്മാനമല്ലേ അടിച്ചിരിക്കുന്നത്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കിട്ടുണ്ണി മടങ്ങി വരികയാണ്. കേരള ലോട്ടറി ടിക്കറ്റ് കൊണ്ട് കടയിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ലോട്ടറി അടിച്ചിട്ടില്ല എന്ന്. 2-3 ദിവസമായി പട്ടിണിയാണ് എന്ന് പറഞ്ഞാണ് വീണ്ടും പഴയ മുതലാളിയായ ജസ്റ്റിസ് പിള്ളയുടെ വീട്ടിലേക്ക് ഈ കിട്ടുണ്ണി കയറി വരുന്നത്. മലയാളികളെ ഏറെ ചിരിപ്പിച്ച ഒരു സിനിമാ രംഗമായിരുന്നു നമ്മൾ കിലുക്കത്തിലൂടെ കണ്ടത്. ആ സിനിമയിലെ രംഗം യഥാർത്ഥ ജീവിതത്തിൽ ആവർത്തിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് കൂട്ടുകാരെ നമ്മളിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കുന്ന CPM-ൽ ഒരു കലാപം ഉയർത്തി സംസ്ഥാന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സകലരെയുമൊക്കെ വായിൽ തോന്നിയ അനാവശ്യവും പറഞ്ഞ് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് വീമ്പിളക്കിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണി വിട്ട രാഷ്ട്രീയ നേതാവാണ് PV അൻവർ. ബാക്കിയെല്ലാം കിലുക്കം സിനിമയിൽ കണ്ടതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ തെണ്ടി തിരിഞ്ഞ് തിരിച്ചു വരണമെന്ന ഒരു കാര്യം കൂടി മാത്രമേ നടക്കാനുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പാർട്ടിയിൽ കയറാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ സരിൻ കോൺഗ്രസ് നേതൃത്വവുമായി ഉടക്കി പാർട്ടിക്ക് പുറത്തുപോയി. അദ്ദേഹം ഇടതുപക്ഷത്ത്, അതായത് CPM-ൽ ചേരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഒരു പ്രശ്നവും ഉണ്ടായില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ BJP നേതാവായ സന്ദീപ് വാര്യർ BJP വിടുന്നു. പുള്ളിക്കാരൻ കോൺഗ്രസിൽ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. മറ്റൊന്നും നോക്കിയില്ല. കോൺഗ്രസ്സുകാർ 2 കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവായി ചാനൽ ചർച്ചകളിലൊക്കെ പുള്ളിക്കാരൻ എത്തി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ സരിൻ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് വരുന്നതിനും സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിനു മുൻപുമാണ് PV അൻവർ CPM വിട്ടത്. അന്നു മുതൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്ന ഇന്ന് വരെ, ഈ നിമിഷം വരെ PV അൻവർ എന്ന രാഷ്ട്രീയക്കാരന് ഒരു രാഷ്ട്രീയ സ്വസ്ഥത ലഭിച്ചിട്ടില്ല. അതായത് പുള്ളിക്കാരൻ ഇടതുപക്ഷം വിട്ടു, മറ്റു പാർട്ടികളിലൊന്നും തന്നെ ഉൾപ്പെടുത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പശ്ചിമ ബംഗാളിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം ഇവിടെ രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ PV അൻവറിനെ ഒരു മുന്നണിയിലും ഇതുവരെ എടുത്തിട്ടില്ല. ലക്ഷ്യം UDF ആണ്. അതിനുവേണ്ടി കോൺഗ്രസിന് അപേക്ഷ കൊടുത്ത മാസങ്ങളായി പുള്ളി കാത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യവും നടക്കുന്നില്ല. ഇതിനിടെ ആവേശം കയറിയാണെന്ന് തോന്നുന്നു ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു യോഗമൊക്കെ നടത്തിയിരുന്നു. ബംഗാളിൽ നിന്ന് വന്നവർ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോയതല്ലാതെ നമ്മുടെ അൻവറെ കൂടി നിങ്ങളുടെ മുന്നണിയിൽ എടുക്കണമെന്ന് UDF-ലുള്ള ആരോടും ആവശ്യപ്പെട്ടുമില്ല. മാത്രമല്ല, ഈ വന്ന നേതാക്കളിൽ ഒരാളായ ഡെറിക് ഒബ്രിയാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. UDF മുന്നണിയിൽ കയറുക എന്നുള്ളതൊന്നും ഇപ്പോൾ തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ഇതിലും ഭേദം കിലുക്കത്തിലെ കിട്ടുണ്ണി തന്നെയായിരുന്നു. ഈ പുള്ളിക്കാരൻ തിരിച്ചു വന്നപ്പോൾ ഒന്നുമില്ലെങ്കിലും ജസ്റ്റിസ് പിള്ള പുള്ളിയെ വീട്ടിൽ കയറാൻ അനുവദിച്ചു. നേരത്തെ വിളിച്ച തോന്നിവാസങ്ങളൊക്കെ അദ്ദേഹം മറന്നു. എന്നാൽ ഇവിടെ അതല്ല സ്ഥിതി. പോകാനൊരിടവുമില്ല. ഒരു സ്ഥലമുണ്ട്, എപ്പോൾ ചെന്നാലും പടിപ്പുര തുറന്നിട്ടിരിക്കുന്ന ഒരു കോവിലകം. പക്ഷേ അറ്റ കൈക്ക് ആ കോവിലകത്തിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങേണ്ടി വരില്ല. തിരിച്ചിറങ്ങി വന്നാൽ കൂടെ നിൽക്കുന്നവർ തന്നെ പിടിച്ചു നിർത്തി കത്തിക്കും. BJP കോവിലകത്തേക്ക് ചെന്ന് കയറുന്ന കാര്യമാണ് പറഞ്ഞത്. എന്തായാലും അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ പിന്നെ ഇനി എന്തു ചെയ്യും? PV അൻവർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്താണ് PV അൻവറിനെയും PV അൻവറിൻ്റെ പാർട്ടിയായ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിനെയും അവതാളത്തിലാക്കിക്കൊണ്ട് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്.
അതായത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് മുന്നണിയിൽ എടുക്കാൻ തീരുമാനിച്ചാൽ അന്ന് ആ പാർട്ടിക്കുള്ളിൽ പി വി അൻവർ പോലും കാണുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ കൂടി ആദ്യമേ പറയണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാർച്ചിലോ ഏപ്രിൽ ആദ്യമോ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ ഒടുവിലോ മെയ്യിലോ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ജനുവരി 13-നാണ് പി വി അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചത്. എന്നാൽ ഇവിടെയും പി വി അൻവറിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിവരം പുറത്തു വരികയാണ്. അതായത് പി വി അൻവർ പണ്ട് വാർത്താസമ്മേളനം നടത്തി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ മത്സരിക്കില്ല, പകരം ഞാൻ യു ഡി എഫിനെ സഹായിക്കും. പക്ഷെ ഒരു ഡിമാൻഡിൻ്റെ പുറത്ത്, ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ ഡിമാൻഡ്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അൻവറിനെ അവർ നൽകിയിരിക്കുന്നത് വെറും പുല്ലുവിലയാണെന്നാണ് മനസ്സിലാകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ യു ഡി എഫിൽ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് മുൻതൂക്കമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല DCC പ്രസിഡന്റായ ജോയിക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പുള്ളിക്കാരൻ നിലമ്പൂരിൽ യു ഡി എഫിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന നടപടികളിലേക്ക് നീങ്ങുകയില്ല എന്നാണ് വിവരം. മാത്രമല്ല സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകളും ഷൗക്കത്തിന് അനുകൂലമാണ്. ഇനി അതല്ല, മറ്റൊരാൾ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലും ജോയ് എത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ KPCC സെക്രട്ടറി KP നൗഷാദ് അലി പരിഗണിക്കപ്പെടാൻ ഇടയുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അൻവറിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും യു ഡി എഫോ പ്രത്യേകിച്ചും കോൺഗ്രസോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ പെട്ടതാരാണ്? സംശയമെന്ത്? പി വി അൻവർ തന്നെയാണ്. പുറത്തേക്ക് തുപ്പാനും വയ്യ, അകത്തേക്ക് വിഴുങ്ങാനും വയ്യാത്ത അവസ്ഥയിലാണ് അൻവർ ഇപ്പോൾ ഉള്ളത്. നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. പി വി അൻവറിൻ്റെ ജീവൻ മരണ പോരാട്ടം. ഉറപ്പാണ്, നിലമ്പൂരിൽ അൻവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി തോൽക്കുകയാണെങ്കിൽ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതം അതോടെ അവസാനിക്കും. കാരണം മണ്ഡലത്തിൽ വീണ്ടും വിജയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് CPM കരുക്കൾ മുന്നോട്ട് നീക്കുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം നടത്തി വരുന്നതേയുള്ളൂ. എന്നാൽ CPM സ്ഥാനാർത്ഥി നിർണയം നടത്തിയില്ലെങ്കിലും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. CPM-ൽ നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ ചുമതല M സ്വരാജിനാണ് നൽകിയിട്ടുള്ളത്. മണ്ഡലത്തിൽ ഏതാനും മാസങ്ങളായി സ്വരാജ് സജീവ സാന്നിധ്യവുമാണ്. ബ്രാഞ്ച് തലത്തിലും ലോക്കൽ തലത്തിലും CPM ചിട്ടയായ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. CPM തങ്ങളുടെ സർവ്വസന്നാഹവും നിലമ്പൂരിൽ ഇറക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ എത്തിയിരിക്കുമെന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞു. എന്ത് വില കൊടുത്തും നിലമ്പൂർ ജയിക്കുക LDF-ൻ്റെ അതായത് CPM-ൻ്റെ ലക്ഷ്യം ഇപ്പോൾ അത് മാത്രമേയുള്ളൂ. CPM-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ച് പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും പുറത്തു പോവുകയും അതേ വെല്ലുവിളി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പി വി അൻവറിന് മറുപടി നൽകുക എന്ന ഉദ്ദേശമാണ് CPM-നെ സംബന്ധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മറ്റൊരു വസ്തുത കൂടി രണ്ട് മുന്നണികൾക്ക് മുന്നിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും മുൻപ് നടക്കുന്ന അവസാന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ 2026 ശേഷമുള്ള കേരള ഭരണം ആർക്കാണ് ലഭിക്കുന്നത് എന്ന സൂചന കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ രണ്ട് മുന്നണികളും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായും മണ്ഡലത്തിന് വിജയിക്കണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇരു മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. പക്ഷേ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ട് മുന്നണികളെക്കാൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് പി വി അൻവറിന് തന്നെയാണ്. LDF-നെ തോൽപ്പിക്കുക എന്നുള്ളത് പി വി അൻവറിൻ്റെ പ്രധാന ലക്ഷ്യം. പക്ഷേ UDF സ്ഥാനാർത്ഥിയായി ഷൗക്കത്ത് ഇവിടെ മത്സരിക്കാൻ പാടില്ലെന്നുള്ളത് പ്രധാന ആഗ്രഹവും. ഇത് സംബന്ധിച്ച് അൻവർ UDF-ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഷൗക്കത്ത് തന്നെ ഇവിടെ മത്സരിക്കുമെന്നുള്ള കാര്യവും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതായത് രണ്ടായാലും അൻവർ തത്വത്തിൽ തോൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടായിരുന്നാലും അൻവറിൻ്റെ UDF പ്രവേശന മോഹം അവസാനിപ്പിക്കേണ്ടി വരും.
ഇത് കണ്ടറിഞ്ഞാണെന്ന് തോന്നുന്നു അൻവറിൻ്റെ കൂടെയുള്ളവരാരും ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഇല്ല എന്നുള്ളതാണ് രസകരം. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ പൊളിഞ്ഞു പാളീസായിരുന്നു. തൃണമൂലിൽ ചേർന്ന ശേഷം പി.വി. അൻവർ സംസ്ഥാന സർക്കാരിനെതിരെ ആഹ്വാനം ചെയ്ത സമരമാണ് കഴിഞ്ഞ ദിവസം ആളെ കിട്ടാതെ പൊളിഞ്ഞത്. ഉദ്ഘാടകനായ പി.വി. അൻവർ പോലും സമരത്തിനെത്തിയില്ല എന്നുള്ളതാണ് രസകരം. ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ 100-ൽ താഴെ പേർ മാത്രമാണ് മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സമരത്തിന് അൻവറും എത്താതിരുന്നതോടെ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ ആരോ ഒരാളെ കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വലിയ ഹൈപ്പോടെ തുടങ്ങിയ പി.വി. അൻവറിൻ്റെ പാർട്ടി ഇപ്പോൾ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. തീർന്നില്ല. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന മിൻഹാജ് രാജിവച്ചതിന് പിന്നാലെ മറ്റ് 2-3 നേതാക്കൾ കൂടി ഇപ്പോൾ പടിയിറങ്ങി. പന്തളം രാജേന്ദ്രൻ, ഇ.എസ്. സുഗു, സി.എം. രാജേന്ദ്രൻ, ഹബീബ് കണ്ണൂർ എന്നിവരൊക്കെ അൻവർ ഇടതുപക്ഷം വിട്ടപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്നവരായിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ അൻവറിനെ കൈവിട്ടു. മാത്രമല്ല, സജി മഞ്ഞക്കടമ്പൻ്റെ പാർട്ടിയുമായി എറണാകുളത്ത് നടത്താനിരുന്ന ലയന സമ്മേളനവും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്താനിരുന്ന 15 ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥയും അൻവർ റദ്ദാക്കുകയും ചെയ്തു എന്നാണ് വിവരം. അതിനിടയിലാണ് 14 ജില്ലാ കേന്ദ്രങ്ങളിൽ അൻവർ ധർണ പ്രഖ്യാപിച്ചതും അത് പകുതി ജില്ലകളിൽ പോലും നേരാവണ്ണം നടക്കാത്തതും. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ യു.ഡി.എഫിൽ എടുക്കുമെന്ന് പ്രതീക്ഷിച്ച് ഈ ധർണകൾ ഉദ്ഘാടനം ചെയ്യാൻ യു.ഡി.എഫ് നേതാക്കളെയായിരുന്നു അൻവർ ക്ഷണിച്ചിരുന്നത്. ഇവരൊക്കെ ഉദ്ഘാടനത്തിന് വന്ന നാണം കെട്ട് അവരുടെ വായിലിരിക്കുന്നത് കൂടി കേൾക്കേണ്ട ഒരവസ്ഥയിലായി ഇപ്പോൾ അൻവർ. അതിനിടെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പി.വി. അൻവറിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ടീം പണം മുടങ്ങിയതിനെ തുടർന്ന് പരിപാടി നിർത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ രസകരമെന്ന് പറഞ്ഞാൽ പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എങ്കിലും ആ പാർട്ടിയുടെ പേരിൽ ഇതുവരെ കേരളത്തിൽ കൂടിയ സമ്മേളനങ്ങളിൽ ഒന്നും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആകെ പറയുന്നത് പിണറായി വിരോധം മാത്രമാണെന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവസാന വഴിയായി ഇനി അൻവറിന് മുന്നിലുള്ള ഒരേ ഒരു കാര്യം മുസ്ലിം ലീഗ് മാത്രമാണ്. പാണക്കാട് തങ്ങളെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ, തൻ്റെ കഷ്ടതകൾ വിവരിച്ചാൽ ചിലപ്പോൾ ലീഗിലൊരു അംഗത്വം കിട്ടിയേക്കും.